എന്നാൽ അവരോട് ചോദിക്കട്ടെ, സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് തറാവീഹ് നിസ്കരിച്ചോ? പക്ഷേ ആ തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്ത് അതെത്രയാ? ആ തറാവീഹ് നിസ്കാരത്തിൻ്റെ റക്അത്ത്, ആ തറാവീഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജമാഅത്തായിട്ട് കൂട്ടമായിട്ട് അത് സ്ഥാപിച്ചിട്ടുണ്ടോ? കുറച്ച് രാത്രി വന്ന് നിസ്കരിച്ചു പോയി, അത് കൂട്ടമായി സ്ഥാപിച്ചതാരാ? സയ്യിദുനാ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു തൻ്റെ ഖിലാഫത്ത് കാലത്ത് മദീനയിൽ ആ തറാവീഹ് സ്ഥാപിച്ചത് കാന 20 റക്അ, 20 റക്അത്താണ്. സ്വഹീഹുൽ ബുഖാരി ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു ഈ നടപ്പിലാക്കിയ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ ഈ തറാവീഹിൻ്റെ ജമാഅത്ത് ഫനിഅമൽ ബിദ്അത്തു ഹാദിഹി എന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്യാത്ത ഒന്നും നിങ്ങൾ ചെയ്യൂല എന്ന് പറഞ്ഞാൽ, അങ്ങനെയാണെങ്കിൽ റബീഉൽ അവ്വൽ 12 വരുന്നതിൻ്റെ തലേന്ന് സുന്നികളൊക്കെ മൗലിദ് ഓതിക്കൊണ്ടിരിക്കും. നിങ്ങളൊരു പോസ്റ്റർ ഒട്ടിക്കാറുണ്ട്, ഖുർആൻ ആയത്ത് ഹദീസൊക്കെ വെച്ചിട്ട് നിങ്ങൾ പോസ്റ്റർ ഒട്ടിക്കാറുണ്ട്. ആ പോസ്റ്റർ ഒട്ടിക്കൽ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടോ? ഹദീസിൽ പറഞ്ഞിട്ടുണ്ടോ? ഖുർആൻ ആയത്ത് എഴുതിയിട്ട് ഹദീസ് എഴുതി വെച്ചിട്ട് റോട്ടിലേക്ക് നിങ്ങൾ തൂക്കാറുണ്ട് റബീഉൽ അവ്വലിൻ്റെ തലേനാളിൽ. ഈ പോസ്റ്റർ പ്രദർശനം അള്ളാഹുവിൻ്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? റസൂലുള്ളാഹിന്റെ കാലത്ത് ഇന്നത്തെ രീതിയിൽ മദ്രസയുണ്ടോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ തങ്ങൾ ഏത് മദ്രസയുടെ സദർ മുഅല്ലിമായിരുന്നു? പറയൂ നിങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, മുജാഹിദ് പ്രസ്ഥാനത്തിലെ നിജിന്ന് വിഭാഗത്തിലെ 2 ആളുകൾ തമ്മിൽ പറഞ്ഞ വീക്ഷണ വ്യത്യാസം എന്താണത്? ഒരാൾ പറഞ്ഞു പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾക്കിടയിൽ ഒരു ദിക്ർ ചെല്ലാറുണ്ട്. എന്താ ദിക്ർ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. ആ ദിക്ർ ഒരു മൗലവി പറയാണ്, അത് നബിതങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, നബിതങ്ങളെ പഠിപ്പിച്ചിട്ടില്ല, അതുകൊണ്ട് ആ ദിക്ർ അത് സ്വീകരിക്കാൻ പറ്റില്ല, അത് സ്വഹീഹായ രേഖയിൽ വന്നിട്ടില്ല. ഒരു സ്വഹാബിയാ പറഞ്ഞത്, ഏതാനും ചില സ്വഹാബികളാ പറഞ്ഞത്. അതുകൊണ്ട് ആ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ തക്ബീറുകൾക്കിടയിലുള്ള ദിക്ർ അത് സ്വഹീഹായി വരാത്തത് കൊണ്ട് അത് എടുക്കേണ്ടതില്ല എന്ന് ഫൈസൽ മൗലവി. എന്നാൽ റഫീഖ് സലഫി പറയുന്നു, അതേ വിഭാഗത്തിലുള്ള റഫീഖ് സലഫി, ഒരു കൂട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഫത്വ കൊടുക്കുന്ന ഓൺലൈൻ മുഫ്തി റഫീഖ് സലഫി, അദ്ദേഹം പറയുന്നു അത് സ്വഹാബി റിപ്പോർട്ട് ചെയ്താൽ തന്നെ മതി, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഇടയിലുള്ള ആ ദിക്ർ, ആ തക്ബീറുകൾക്കിടയിലുള്ള ദിക്ർ സ്വഹീഹാണ്. അതിവിടെ ചെറുവാടി കൃത്യമായി ചോദ്യം ചെയ്തു. ചെറുവാടിയിലെ മുഖാമുഖത്തിൽ ഒരു സുന്നി പ്രവർത്തകൻ ചോദിച്ചു. അപ്പോൾ മൗലവി ഇങ്ങനെ കിടന്നു ഉരുളുകയാണ്. റഫീഖ് മൗലവി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഫൈസൽ മൗലവി ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ആ തക്ബീറുകൾക്കിടയിലുള്ള ആ ദിക്ർ അത് സ്വഹീഹാണെന്നും സ്വഹീഹല്ല എന്ന് 2 മൗലവിമാർ ഒരേ പ്രസ്ഥാനത്തിൽപ്പെട്ടവർ പറയുമ്പോൾ നിങ്ങൾ ഏതാ എടുക്കുക? മൗലവി ഇങ്ങനെ കുറച്ച് നേരം ഉരുണ്ട് കളിച്ചു, ഫൈസൽ മൗലവിയെ നോക്കി. പിന്നീട് അയാൾ പറയാണ്, സ്വഹീഹാണെന്ന രേഖ വ്യക്തമായി വന്ന അടിസ്ഥാനത്തിൽ അങ്ങനെ പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞ വീക്ഷണത്തിൽ റഫീഖ് സലഫി അത് സ്വഹീഹാണെന്ന വീക്ഷണത്തിൽ അമൽ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ ഫൈസൽ മൗലവിയോ ആ ഹദീസ് സ്വീകാര്യമല്ല, അത് ലൈഫാണ് എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അങ്ങനെ ദിക്ർ ചെല്ലേണ്ടതില്ല, ആ ദിക്ർ ചെല്ലേണ്ടതില്ല, അത് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാൻ കാരണം. ഒറ്റ ചോദ്യം വഹാബികളെ, ചെറുവാടിയിലെ വിശ്വ മുജാഹിദുകളെ, ഒറ്റ ചോദ്യം, ഈ ഉസൂൽ നിങ്ങൾ എല്ലായിടത്തും എടുക്കുമോ? ഈ ഉസൂൽ നിങ്ങൾ എല്ലാ സ്ഥലത്തും നിങ്ങൾ വെക്കുമോ? ചോദിക്കട്ടെ. നിങ്ങൾ പറയുന്നുണ്ടല്ലോ നബിദിനം നബി കഴിച്ചിട്ടില്ല, സഹാബത്ത് കഴിച്ചിട്ടില്ല, താബികൾ കഴിച്ചിട്ടില്ല, തബഉ താബികൾ ആഘോഷിച്ചിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ. എങ്കിൽ ഈ ഉസൂൽ നിങ്ങൾ എടുക്കുമോ? ഈ നബിദിനം നബിതങ്ങൾ ആഘോഷിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഇമാം സയൂത്തിയെ പോലെ, മഹാനായ ഇമാം അബൂ ശാമ തങ്ങളെ പോലെ, ഹാഫിദ് ഇബ്നു ഹജറുൽ അസ്കലാനി തങ്ങളെ പോലെ പരിശുദ്ധ ഖുർആനിൻ്റെയും തിരു ഹദീസിൻ്റെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ സ്ഥിരപ്പെടുത്തിയ ഈ നബിദിനം നിങ്ങൾക്കൊന്ന് അംഗീകരിച്ചുകൂടെ? ഏതടിസ്ഥാനത്തിൽ? ഈ ഉസൂൽ അടിസ്ഥാനത്തിൽ. റഫീഖ് സലഫി പറഞ്ഞെന്താ? ആ ദിക്ർ റസൂലുള്ളാഹി പഠിപ്പിച്ചതല്ലെങ്കിലും സഹാബി പഠിപ്പിച്ചതാണെങ്കിലും വ്യക്തമായ തെളിവ് രേഖകൾ വന്നിട്ടില്ല എങ്കിലും അത് സ്വീകരിക്കാം. എന്നാൽ ഫൈസൽ മൗലവി പറഞ്ഞ അടിസ്ഥാനത്തിലോ അത് തള്ളിക്കളയാം. ഈ ഉസൂൽ നിങ്ങൾ എല്ലായിടത്തും കൊടുക്കുമോ? ഞങ്ങളെ മേക്കിട്ട് കയറാതെ നിങ്ങളൊന്ന് ഒഴിഞ്ഞു പോവോ? നബിദിനം കഴിക്കണോല് കഴിച്ചോട്ടെ, അതിനിവിടെ കുറേ പണ്ഡിതന്മാർ തെളിവ് പറഞ്ഞിട്ടുണ്ടല്ലോ, അവർക്കും അതിന് ഇഹ്തിമാലാത്തുകളുണ്ടല്ലോ. അങ്ങനെ വെച്ചുകൊണ്ട് അതേപോലെ രണ്ടാമത്തെ ചോദ്യം നിങ്ങളോട്, നിങ്ങൾ മരിച്ചൊരാൾ മറമാടാൻ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി. ഒരാൾ മരിച്ചു,
മരിച്ചിട്ട് അയാളെ ഖബർസ്ഥാനിലേക്ക് മറമാടാൻ കൊണ്ടുപോയി. മറമാടി കഴിഞ്ഞിട്ട് അവിടെ ആ മറമാടുന്ന സന്ദർഭത്തിൽ മണ്ണിട്ടൊക്കെ മൂടി കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു തസ്ബീത്ത് ചെല്ലാറുണ്ട് അല്ലേ? തസ്ബീത്ത് ചെല്ലാറുണ്ട്. ആ തസ്ബീത്ത് ആര് പഠിപ്പിച്ചു? ആ തസ്ബീത്ത് നിങ്ങൾ ചെല്ലുന്ന തസ്ബീത്ത് എന്താ? അല്ലാഹുമ്മ ഫില്ലഹു, അല്ലാഹുമ്മ സബ്ബിത്തുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിമുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബറൻ ജംബെ എന്ന് പറയുന്ന ഈ തസ്ബീത്ത് റസൂലുള്ള പഠിപ്പിച്ചതാണോ? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചതാണോ? പിന്നെ ആരാ പഠിപ്പിച്ചത്? നിങ്ങൾ റസൂലുള്ള പഠിപ്പിച്ചാലേ ചെയ്യുള്ളൂ. ഖബറും പുറത്ത് പോയിട്ട് നിങ്ങൾ തസ്ബീത്ത് ചെല്ലാറില്ലേ മനുഷ്യന്മാർ? ആ തസ്ബീത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചെല്ലുന്ന ഈ രൂപത്തിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഏതടിസ്ഥാനത്തിലാണ് ആ തസ്ബീത്ത് ചെല്ലുന്നത്? ആര് പറഞ്ഞിട്ടാ? ഈ ഉസൂല് നേരത്തെ റഫീഖ് സലഫിയുടെ ഫൈസൽ മൗലവിയുടെയും ആ ഉസൂല് നിങ്ങൾ എന്താ ഇങ്ങോട്ട് വെച്ചാൽ നബിദിനം ആഘോഷിക്കാം എന്ന് പറഞ്ഞ തെളിവ് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. അള്ളാന്റെ റസൂല് മദീനത്തെ പള്ളിയിൽ സ്വഹാബത്ത് മൗലിദ് ഓതി. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു അതേ റസൂലുള്ളാഹിന്റെ പേരിൽ മദ്ഹ് പറയാൻ വേണ്ടി റസൂലുള്ളാഹി തങ്ങളൊരു പീഠം, ഒരു പ്രസംഗ പീഠം